ഹദീസ്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ വൃത്തിയെക്കുറിച്ച് പറയുന്ന പാഠത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബുനിയദ്ദീനു, ദീനിനെ ഉണ്ടാക്കപ്പെട്ടു, അലൻ നവാഫത്തി, വൃത്തിയുടെ മേൽ എന്നാണ് അതിനർത്ഥം. ദീനിൽ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വൃത്തി. വൃത്തി പല നിലക്കുമുണ്ട്. ശാരീരികമായ വൃത്തിയുണ്ട്, മാനസികമായ വൃത്തിയുണ്ട്, അകത്തെ വൃത്തിയുണ്ട്, പുറത്തെ വൃത്തിയുണ്ട്. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, തണ്ടാസിലേക്കൊരു വഴിയെ നീ ഒരുക്കണ്ട. തഴവസ്ഥൻ്റെ പാട്ടാണ്. അള്ളാഹു അദ്ദേഹത്തെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട. തണ്ടാസ് എന്ന് പറഞ്ഞാൽ കക്കൂസ്, കക്കൂസിലേക്കൊരു വഴിയെ നീ ഒരുക്കണ്ട. അതങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. പുറത്തിങ്ങനെ ടൈൽസോ കണ്ടാൽ ബാത്റൂമിന് ടൈൽസ് എടുക്കാൻ പോകുമ്പോൾ പറയും മുന്തിയത് വാങ്ങിക്കോളി അറിയാം. ബാക്കിയുള്ളിടത്ത് ഇനിയിപ്പോൾ രേശം താന്നതായാലും കുഴപ്പമില്ല, ബാത്റൂമിന് മുന്തിയ ടൈൽസ് ഇടും നമ്മൾ. അല്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും എന്നുള്ളതാണ് അതിന് കാരണം. മുന്തിയ തന്നെയാണ് ഇടേണ്ടത്. അപ്പോൾ എന്ന മാതിരി ആക്കരുത് എന്നാണ്. പുറം ശുദ്ധിയായാൽ അകം ശുദ്ധിയാകും. അതൊരു യാഥാർത്ഥ്യമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, എൻ്റെ രൂപത്തെ നീ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെയും നന്നാക്കണമേ. രൂപം നന്നാക്കിയതുപോലെ സ്വഭാവത്തെയും നന്നാക്കണേ. രൂപം നന്നാകുക പറഞ്ഞാലേ നല്ല തുണിങ്ങുപ്പായി എടുത്ത ആളാണെങ്കിൽ ആള് കുഴപ്പമുണ്ടാവില്ല, അതൊരു ശരി തന്നെയാണ്. ഒരാളെ ഡ്രസ്സൊക്കെ നോക്കിയാൽ അയാളെ മനസ്സെങ്ങനെയെന്ന് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. നല്ല മാന്യമായി വസ്ത്രം ധരിച്ച ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആളൊരു മാന്യനാണ്. മാന്യന്മാരെ മാന്യമുള്ള വസ്ത്രം ധരിക്കുള്ളൂ, അതന്നെ. അപ്പോൾ പുറം നോക്കിയാൽ അകം കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പം നളാഫത്തിന് വൃത്തിക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് അകത്തിൻ്റെ വൃത്തി, രണ്ട് പുറത്തിൻ്റെ വൃത്തി. രണ്ടും പറയാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുറം വൃത്തിയായിരിക്കണം, ആദ്യം അത് പറയാം. നല്ല തുണിങ്ങുപ്പായി എടുക്കണം. തലയും മുടിയും നഖവും ഒക്കെ നേരാക്കണം, വെട്ടണം, വൃത്തിയാക്കണം. ചെരുപ്പൊക്കെ തേച്ചേക്കണം, കാലൊക്കെ നല്ലോണം അരച്ച് കേൾക്കണം. അതൊക്കെ തന്നെ ഇപ്പോൾ പറയാനുള്ളത്. ഒരു മനുഷ്യൻ വൃത്തിയുള്ള ആളാണോ അല്ലേ എന്ന് തീരുമാനിക്കുക അവൻ്റെ ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണ്. ചെരുപ്പ് വൃത്തിയുണ്ടെങ്കിൽ ആൾ വൃത്തി ഉണ്ടാവുന്നതാണ്. ഓരോ സ്ഥലത്തേക്കും ഓരോ വൃത്തിയാണ്, എല്ലായിടത്തും ഒരേ മാതിരിയല്ല. പള്ളിയും ഹോട്ടലും വൃത്തിയുണ്ടോ നോക്കുക ബാത്റൂം നോക്കിയിട്ടാണ്. എന്നാൽ വീട് വൃത്തിയുണ്ടോ എന്നുള്ളത് നോക്കുന്നത് ബെഡ്റൂം എങ്ങനെയുണ്ട് നോക്കിയിട്ടാണ്. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഓരോ വൃത്തിയാണ്, എല്ലായിടത്തും ഒരേ മാതിരിയല്ല. വീട് വൃത്തിയുണ്ടോ എന്ന് തീരുമാനിക്കൽ ബെഡ്റൂം നോക്കിയിട്ടാണ്. നമ്മളെങ്ങനെ ചെയ്യുക വെച്ചാൽ ഉള്ള വേസ്റ്റൊക്കെ ബെഡ്റൂം കൊണ്ടുവയ്ക്കും. പോയി നോക്കിയാൽ ബെഡ്റൂമിൻ്റെ റാക്കിൻ്റെ മേലിലാണ് എല്ലാ വേസ്റ്റും ഉണ്ടാവുക. കട്ടിലിൻ്റെ ഒട്ടും കുറേ കൊണ്ടുപോയി തിരികിയിട്ടുണ്ടാവും, റാക്കിൻ്റെ ഒട്ടും കുറേ ഉണ്ടാവും. ബഹുമാനപ്പെട്ട സയ്യിദുന മൂസ അലൈഹിസ്സലാം ആടിനെ നോക്കാൻ വേണ്ടി പോയ കഥ ഉണ്ടല്ലോ. ഫിറഔനെ ഭയപ്പെട്ടിട്ട് നാട്ടിൽ നിന്ന് ഓടിപ്പോയി. അങ്ങനെ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ നാട്ടിലാണ് മൂസ നബി അലൈഹിസ്സലാം എത്തിപ്പെട്ടത്. കഥ നിങ്ങൾക്ക് അറിയണോണ്ട് ഞാനത് പറയാതിരിക്കുകയാണ്. ഒരു ദിവസം ഇങ്ങനെ ഓടി കുറേ സ്ഥലത്ത് കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ ദൂരം നിന്നൊരു മരത്തമ്മ കയറി നിന്നിങ്ങനെ നോക്കിയപ്പോൾ കുറേ ആളുകൾ വന്നിട്ട് ആടുകൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കൊടുക്കണത് കണ്ടു.
ആളുകളുടെ പുരുഷന്മാർ ആടുകൾക്ക് വെള്ളം കൊടുക്കൽ കഴിഞ്ഞ് അവർ പോയതിന് ശേഷം 2 പെൺകുട്ടികൾ വന്ന് ആണുങ്ങൾ വെള്ളം കൊടുത്തപ്പോൾ പോയ വെള്ളം ഇങ്ങനെ കുഴികളിലൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ എടുത്തുകൊണ്ട് ഓല ആടിന് കൊടുക്കണത് കണ്ടു. അപ്പോൾ മൂപ്പര് മരത്തമെന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു, എന്താ ഇപ്പം നിങ്ങളിങ്ങനെ എല്ലാവരും പോയതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ ആടുകൾക്ക് വെള്ളം കൊടുക്കണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഓലൊക്കെ ആണുങ്ങളാണ്, ഓലൊക്കെ നല്ല മുടുക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ ഓല് കിണറിൻ്റെ മേലെ ഒരു പാറ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഓല് ഈ പാറ മാറ്റി വെച്ചിങ്ങാണ്ട് വെള്ളം മുക്കി കൊടുത്തു. ഞങ്ങൾക്കിപ്പോൾ അത് മാറ്റാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയ വെള്ളമൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ മൂപ്പരത് ഇങ്ങനെ തോണ്ടി വെച്ച് കൊടുത്തു ആ പാറക്കല്ല്, എന്നാൽ കൊടുത്തോളി പറഞ്ഞു. അങ്ങനെ ആടുകൾക്ക് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിൽ ചെന്നു. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളായിരുന്നു ഈ 2 പെൺകുട്ടികൾ. സയ്യിദന ഷുഐബ് നബിയോട് പറഞ്ഞു, നല്ലൊരാളെ കണ്ടൊന്ന് കാട്ടുന്ന ഞങ്ങൾ ആടുകളെ നോക്കിയിട്ട് വരുമ്പോൾ ഒരാളെ കൂലിക്ക് വിളിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഒരാളാണ്, നല്ല ആരോഗ്യമുള്ള മുടുക്കുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞു. ഷുഐബ് നബി പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോയിട്ട് അയാളോടൊന്ന് വരാൻ പറയും, ഞാൻ വിളിക്കുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ വാപ്പ വിളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ആരാ വാപ്പ എന്ന് ചോദിച്ചു. ഞങ്ങളെ വാപ്പ ഷുഐബ് നബിയാണ് പറഞ്ഞു. അത് തിരക്കടില്ലല്ലോ പറഞ്ഞു. മൂപ്പരും തന്നെ എവിടേക്കെങ്കിലും പോകാൻ കിട്ടണം, അല്ലെങ്കിൽ മരത്തുമ്പോൾ നേരം വെളുക്കോടെ ഇരിക്കാൻ പറ്റൂലല്ലോ. അതിനിങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വിളിച്ചത്, എന്നായിക്കോട്ടെ പോകുക പറഞ്ഞു. അങ്ങനെ ഓലൊപ്പം പോന്നു. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഫിറൗവിനെ പേടിച്ചിട്ട് പോകുന്നതാണ്. അതിന് മൂപ്പര് പറഞ്ഞു, കുഴപ്പമില്ല, ഇവിടേക്ക് ഏതായാലും ഫിറൗവിൻ്റെ ശല്യമൊന്നും വരില്ല, ഞങ്ങളിവിടെ സുഖമായിട്ട് താമസിച്ചോളി. എൻ്റെ പെൺകുട്ടികളുണ്ട് 2 ആൾക്കാർ, അവരിൽ നിന്ന് മൂത്ത ആളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാറുണ്ട്, അതുപോലെ ഒന്ന് കണ്ടോളി പറഞ്ഞു. അങ്ങനെ പെണ്ണ് കണ്ടു നോക്കുമ്പോൾ മൂസാ നബിക്ക് ചെറിയോളെയാണ് ഇഷ്ടപ്പെട്ടത്, 2ാമത്തോളെ. അപ്പോൾ പറഞ്ഞു, എനിക്ക് 2ാമത്തോളെയാണ് ഇഷ്ടപ്പെട്ടത് പറഞ്ഞു. അതിൽ മൂപ്പര് പറഞ്ഞു, ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ മൂത്തോളെ കെട്ടിച്ചാൽ 2ാമത്തോളെ കെട്ടിച്ചു തരാം, നിങ്ങൾ 2ഉം കെട്ടിക്കോളി പറഞ്ഞു. മൂസാ നബിയുടെ ശരീരത്തിൽ അങ്ങനെ പറ്റിയെന്നുണ്ടോ? ഞാൻ കരുതിങ്ങാണ്ട് ഏട്ടത്തിനെയും അഞ്ചത്തിനെയും പെണ്ണ് കെട്ടാൻ വേണ്ടി പോകണ്ടാരും. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീരത്തിലായി ജായിസായിരുന്നു. അങ്ങനെ ഏതായാലും ഏട്ടത്തിനെയും അനിയത്തിനെയും ഒരുമിച്ച് കല്യാണം കഴിച്ചു. മഹർ കൊടുക്കാൻ ഒന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നിങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ്, ഞങ്ങൾ കുറച്ച് കാലം ആടിനെ നോക്കിയാൽ മതി എന്നുള്ള, പെൺകുട്ടികൾ ആ സമയത്ത് ആടിനെ നോക്കാൻ പോകണ്ടല്ലോ, അപ്പം എന്നാൽ അത് മഹറായിട്ട് അതിൻ്റെ കൂലി മഹറാക്കാം, വേറെ ഒന്നും തരുമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ ഇത്രയും കാലങ്ങൾ ആടിനെ നോക്കുമ്പോൾ ആ കാലത്തുണ്ടായ എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയിക്കൂടെ കൊണ്ടുപോകാറുണ്ട്. എന്നായിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ആടിനെ നോക്കാൻ പോവാണ്. അങ്ങനെ ആടിനെ നോക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ആടിനെ നോക്കാൻ പോകുമ്പോൾ ഒരു വടിയൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഷുഐബ് നബി പറഞ്ഞു, എന്നാലേ നമ്മളെ അകത്ത് ബെഡ്റൂമിൻ്റെ മൂലയിൽ ഒരു 5-6 വടി ഇരിക്കുന്നുണ്ട്, അതിന് പോയിട്ടൊരു വടി എടുത്തോളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാരണം. അതിൽ മൂസാ നബി അലൈഹി ഇസ്ലാം അങ്ങനെ പോയിങ്ങാണ്ട് മൂലൊക്കെ കുറേ വടി ഉണ്ടായിരുന്നു, ഒരു വടി എടുത്തുകൊണ്ട് കൊടുന്നിട്ട് വാപ്പ അദ്ദേഹം കൊണ്ടോട്ടെ ചോദിച്ചു. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഷുഐബ് നബി പറഞ്ഞു, മോനെ അത് കൊണ്ടോണ്ട, വേറൊരു വടി എടുത്തോറ്. അപ്പം പിന്നെ അതവിടെ കൊണ്ടുവച്ചിട്ട് മൂപ്പര് വേറൊരു വടി എടുത്തുങ്ങാണ്ട് ഇങ്ങനെ കൊടുന്നിട്ട് വാപ്പാട് ചോദിച്ചു, എന്നാൽ വാപ്പ ഞാൻ ഈ വടി കൊണ്ടോട്ടെ ചോദിച്ചു. നോക്കുമ്പോൾ അത് നേരത്തെ കൊടുന്ന ആ വടി തന്നെയാണ്. അതിൽ പറഞ്ഞു, നിങ്ങൾ ആ വടി കൊണ്ടോണ്ട, വേറൊരു വടി എടുത്തോളി പറഞ്ഞു. അതിലിങ്ങനെ സത്യമായിട്ടും അതിങ്ങനെ കൊണ്ടച്ച് വേറൊരു വടി എടുത്ത് കൊടുന്നിട്ട് വാപ്പാട് ചോദിച്ചു, എന്നാൽ വാപ്പ ഈ വടി കൊണ്ടോട്ടെ ചോദിച്ചു. നോക്കുമ്പോൾ അത് നേരത്തെ കൊടുന്ന വടി തന്നെയാണ്. എന്നാൽ നിങ്ങൾ വടി എടുത്തോളി പറഞ്ഞു. അങ്ങനെയാണ് ആ വടി കിട്ടിയത്. ഏത് വടി? മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി. മുൻകാല അമ്പിയാക്കളിൽ നിന്ന് അനന്തരമായി ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന് വന്നൊരു വടിയായിരുന്നു അത്. അങ്ങനെ ആ വടി എടുത്തു. ആ വടി എടുത്തിട്ട് ഇങ്ങനെ ആടുകളേറ്റ് ഇങ്ങനെ പോവുകയാണ്. എന്നും ഇങ്ങനെ ആടുകളേറ്റ് രാവിലെ ഇങ്ങനെ പോകും. അപ്പോൾ വഴിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. വിവരങ്ങളൊക്കെ ചോദിച്ചു, എന്താ ഇപ്പോൾ മട്ടം സുഖം തന്നെയല്ലേ, എവിടെ ഇപ്പോൾ പാർക്കണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഷുഐബ് നബിയുടെ പെരയിലാണ് എന്നുള്ള വിവരമൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്താ ഇപ്പോൾ ഏർപ്പാട് ചോദിച്ചപ്പോൾ ആടിനെ നോക്കലാണ് പറഞ്ഞു. ആടിനെ നോക്കിയാൽ എന്താ കിട്ടുക ചോദിച്ചു. ആടിനെ നോക്കിയാൽ ഇവിടുന്നാണ്ട് ഉണ്ടാകുന്ന എല്ലാ പുള്ളിയുള്ള ആടും കുട്ടികളെയും തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു. എന്നാൽ ഞാൻ ഒരു പണി പറഞ്ഞുതരാം,
ഞാനൊരു തോട്ടം, ഒരു സ്ഥലം കാണിച്ചു തരാം, അവിടുന്ന് ഇല ചാടിച്ചു കൊടുത്താൽ മതി ആടുകൾക്ക്, എന്നാൽ ഇവിടുന്ന് ആടുള്ളതൊക്കെ പുള്ളിയുള്ള ആടും കുട്ടികളെ ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ. അന്ന് രാവിലെ പോകുമ്പോൾ ആ തോട്ടത്തേക്ക് ആടുകളെ കൊണ്ടുപോകും, അവിടുന്ന് ഇങ്ങനെ ഇലകൾ ചാടിച്ചു കൊടുക്കും. അങ്ങനെ ആടുകൾ തിന്നും. അങ്ങനെ പറളറിയും. പിന്നെയും കുറച്ചൊക്കെ ഇങ്ങനെ പോയി ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ വൈകുന്നേരം അങ്ങനെ മടങ്ങി വരും. അപ്പോഴും കുറച്ച് ഇല അടിച്ചു കൊടുക്കും. അങ്ങനെ പിന്നെ അവിടുന്ന് ഉണ്ടായ കുട്ടികളൊക്കെ പുള്ളിയുള്ള ആടും കുട്ടികളായി. ഒരു ദിവസം അമ്മോശാക്ക പറഞ്ഞു ഷുഐബ് നബി അലൈഹി സ്വലാം, മോനെ വാപ്പാൻ്റെ കുട്ടിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുള്ളിയില്ലാത്ത ആടും കുട്ടികളേക്കാരട്ടോ പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. എന്താ എന്നാൽ അങ്ങനെ ആക്കാറുണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ആടിനെ നോക്കാൻ വേണ്ടി പോകുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വീണ്ടും കണ്ടു. എന്തൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചു. സുഖം തന്നെയല്ലേ, റാഹത്തല്ലേ എന്നൊക്കെ ചോദിച്ച്. ആടുകളൊക്കെ ഇപ്പോൾ കോനുണ്ടോ ചോദിച്ചു. ഒരുപാടുണ്ട് പറഞ്ഞു. തീരുമാനം എന്തെങ്കിലും മാറിയിട്ടുണ്ടോ ചോദിച്ചു. തീരുമാനത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട് പറഞ്ഞു. എന്താ മാറ്റം എന്ന് ചോദിച്ചു. ഇവിടെ നാട്ടിലുള്ള പുള്ളില്ലാത്ത ആടും കുട്ടികളെ ഇക്കാരങ്ങൾക്ക് എന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ വേറൊരു തോട്ടം കാണിച്ചു തരാറ്. അങ്ങനെ വേറൊരു തോട്ടം അങ്ങനെ കഥ നീണ്ടു പോവുകയാണ്. നമ്മളെ പോയിൻ്റ് കഴിഞ്ഞു. നമ്മളെ പോയിൻ്റ് അവിടെയാണുള്ളത്. എവിടെ? പുള്ളിയുള്ള ആടും കുട്ടികളും പുള്ളിയില്ലാത്ത ആടും കുട്ടികളും അവിടെയാണുള്ളത്. കഥ പിന്നെന്താ വെച്ചാൽ, ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം പൂർത്തിയായി. മഹാനവറുകൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തൂരി സീനാ പർവ്വതത്തിലേക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അവിടുന്ന് നുബുവത്ത് കിട്ടുകയാണ്. പിന്നെ ഫിറൗൻ്റെ അടുത്തേക്ക് ദീൻ പറയാൻ വേണ്ടി പോവുകയാണ്. കഥ അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പോൾ ഈ പുള്ളി ഉള്ള ആടുംകുട്ടികളും പുള്ളില്ലാത്ത ആടുംകുട്ടികളും എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ്. ഇത് നമ്മളെ തഫ്സീറുകളിലൊക്കെ ഉണ്ട്, സ്വാവിയിലുണ്ട്. ഇതേ കഥ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസത്തോടു കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പുള്ളിയുള്ള ആടുംകുട്ടികളായത് എങ്ങനെയാ വെച്ചാൽ, ജിബ്രീൽ അലൈഹി ഇസ്ലാം കാണിച്ചു കൊടുത്ത തോട്ടം പുള്ളിയുള്ള മരങ്ങളും ഇലകളുമുള്ള ഒരു തോട്ടമായിരുന്നു. അപ്പം അതിന്ന് ഇല ചാടിച്ചു കൊടുത്താൽ അത് തിന്നിട്ട് പള്ള നിറയും. വയറ് നിറഞ്ഞാൽ ആടുകൾ ഇണ ചേരും. ഇണ ചേരുമ്പോൾ ഈ പുള്ളിയുള്ള ഇലകളിലേക്കും തണ്ടുകളിലേക്കും കമ്പുകളിലേക്കും മരങ്ങളിലേക്കും ഒക്കെ നോക്കുന്നു എന്നതാണ് കുട്ടികൾ പുള്ളിയുള്ളതാകുന്നതിൻ്റെ ഒരു കാരണം. രണ്ടാമത് കാണിച്ചു കൊടുത്തത് പുള്ളില്ലാത്ത മരവും ഇലയുള്ള തോട്ടമായിരുന്നു. അതുകൊണ്ട് അവിടെ അങ്ങനെയായി. ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഉള്ള വേസ്റ്റൊക്കെ കൂടിയും ബെഡ്റൂം കൊണ്ടുവച്ചാൽ കുട്ടികളൊക്കെ വേസ്റ്റാവും. ഇത് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധിയോടെ കൂടെ കാക്കേണ്ട റൂം ബെഡ്റൂമാണ്. നല്ല വിരിപ്പ്, നല്ല പെയിൻറ്റ്, നല്ല അടച്ചുറപ്പ്, നല്ല സ്മെല്ല്, നല്ല വാസന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബെഡ്റൂമിനുണ്ടായിരിക്കണം. ബാത്ത എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി താമസിച്ചു എന്നാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാനുള്ള സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറങ്ങണത് വേസ്റ്റിൻ്റെ ഇടയിലായാൽ പിന്നെ വീടിന് എന്താ അർത്ഥമുള്ളത്? ബൈത്ത് എന്നാണ് അറബിയിൽ വീടിന് പറയാം. ബൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം രാത്രി ഉറങ്ങണ സ്ഥലം എന്നാണ്. അപ്പോൾ ഉറങ്ങണ സ്ഥലം ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, നമ്മളൊക്കെ നാട്ടിലെ പെരകൾ നോക്കിയാൽ, ഇപ്പം എൻ്റെ പെരയാണെങ്കിലും നിങ്ങളെ പെരയാണെങ്കിലും നമ്മളെ നാട്ടിലെ പെരയൊക്കെ ആണെങ്കിൽ പുറത്ത് നല്ല ചുരുക്കുണ്ടാവും. എന്നാൽ അറബികളൊക്കെ പെര നോക്കിയാൽ പുറത്തു വല്ല ഗവൺമെൻറ് ഓഫീസ് പോയിട്ടൊരു മഞ്ഞ പെയിൻ്റ് അടിച്ചൊരു കൂടാരം ഉണ്ടാവും. ഉള്ളിൽ ചെന്നാൽ നല്ല സൗകര്യക്കാരൻ. അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിൽ സൗകര്യം വളരെ കുറവും. പുറത്ത് ഇങ്ങനെ ആൾക്കാർ കാണുന്നിടത്ത് ഇങ്ങനെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ട് മാർബിളൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ ചുമരുമ്പോൾ അങ്ങനെ കേൾക്കാരാണ്. ഉള്ളിൽ ശരിക്കും വേണ്ടത് എന്താണ്? ബെഡ്റൂമാണ് ഏറ്റവും കൂടുതൽ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത്. നല്ല ടൈൽസ് ബെഡ്റൂമിലുണ്ടാകണം, നല്ല വിരിപ്പ് ബെഡ്റൂമിലുണ്ടാകണം, നല്ല കട്ടിൽ ബെഡ്റൂമിലിടണം. അപ്പോൾ വീടിൻ്റെ വൃത്തിയെ നോക്കുന്നത് ബെഡ്റൂമിൻ്റെ വൃത്തി നോക്കിയിട്ടാണ്. ഹോട്ടലിൻ്റെ വൃത്തി നോക്കാൻ ബാത്റൂം എത്രണ്ട് വൃത്തിയുണ്ട് നോക്കിയിട്ടാണ്. പള്ളീൻ്റെതും അങ്ങനെ തന്നെയാണ്. വഖഫ് ബോർഡിൽ നിന്ന് പള്ളി പരിശോധിക്കാൻ ആൾ വന്നാൽ ആദ്യം ബാത്റൂമൊക്കെ പോവുക. അവിടെ പെയിൻറ്റിൻ്റെ കേടുവന്ന ഡപ്പ വെച്ച് കഴിച്ചാൽ സംഗതി മനസ്സിലാവും. നോട്ടക്കാർ വളരെ മോശമാണ്. വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ കിട്ടുമല്ലോ. ഇപ്പോൾ
പള്ളിക്കത്തെ പിന്നെ ബാത്റൂമിലൊരു കോപ്പ വാങ്ങിയൊക്കെയുള്ള പൈസയൊക്കെ അതും കൂടിയും കാട്ടാനുള്ള മടിയുള്ള ആൾക്കാരാണ് ഭരണകർത്താക്കൾ എന്ന് വേഗത്തിൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ പള്ളീൻ്റെതും അങ്ങനെ തന്നെയാണ്. ബാത്റൂം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. നല്ലതുമായി പെരുമാറിയാൽ നല്ല സ്വഭാവം ഉണ്ടാവും. മോശമായൊരു വസ്തുവുമായി നമ്മൾ പെരുമാറാൻ പാടില്ല എന്നാണ്. മനുഷ്യൻ പെരുമാറുന്നതിൻ്റെ ഗുണം അവനുണ്ടാവുന്നതാണ്. ഓട്ടോറിക്ഷയിൽ വരുന്ന ആളും ഇന്നോവയിൽ വരുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അതാണ് നമ്മൾ കല്യാണ നിശ്ചയത്തിനൊക്കെ പോകുമ്പോൾ റാഡോ വാച്ച് കെട്ടിയ ആൾക്കാർ തന്നെ തിരഞ്ഞുപിടിച്ച് കൊണ്ടുപോകുമല്ലോ. മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒരു നിലവാരം അവനുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നിലവാരം കുറഞ്ഞൊരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. യാത്ര പോവുകയാണെങ്കിൽ ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതിയാണ്, വലിയ നല്ല സൗകര്യമുള്ള ഹോട്ടലിനൊക്കെ തട്ടുകടാന്ന് പേരിട്ടുക ചില ആൾക്കാർ. ഒരു സാധനത്തിൻ്റെ പേര് നോക്കിയാൽ അതൊരു തട്ടുകൂട്ട് പരിപാടിയാണെന്ന് കിട്ടുമല്ലോ. വലിയ ഹോട്ടലിന് തട്ടുകടാന്ന് എന്തിനാ പേരിടേണ്ട ആവശ്യം? അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അതിന് നല്ലൊരു ചൊറുക്കുള്ള ഇതിലെന്തൊക്കെ സൗകര്യം ഉണ്ടാകുക എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള നല്ലൊരു പേരിട്ട് അത്ര നന്നു. അത് നമ്മളാകാത്ത പേരുണ്ടായിട്ട് ഇടും. തട്ടുകട എന്ന് പറഞ്ഞത് ശരിക്കും റോഡ് സൈഡിൽ ഉണ്ടാകേണ്ട ചെറിയ ചായ്പിനിടേണ്ട പേരാണ്. അത് എല്ലാ സൗകര്യമുള്ള ഹോട്ടലിനിടേണ്ട. അപ്പം എന്താ പറഞ്ഞു വെച്ചാൽ രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വേറെ ഹോട്ടലില്ലാത്തതുകൊണ്ട് തട്ടുകടയെന്ന് വല്ല ചായയും കടിയും കുടിക്കുകയാണെങ്കിൽ തിരക്കിടൊന്നുമില്ല. ഇല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ കയറിയിട്ട് തന്നെ കുടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ എന്തുമായെല്ലാം പെരുമാറുന്നുവോ എന്തെറ്റെല്ലാം സഹകരിക്കുന്നുവോ അതിൻ്റെ സ്വഭാവങ്ങളാണ് നമുക്കുണ്ടാകുക. കരിങ്കല്ലിൻ്റെ തറയിട്ട വീട്ടിൽ താമസിക്കുന്നവൻ്റെ സ്വഭാവവും വെട്ടുകല്ല് കൊണ്ട് തറയുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്നവൻ്റെ സ്വഭാവവും വ്യത്യാസം ഉണ്ടാവും. മനുഷ്യൻ അവന് പെരുമാറുന്ന വസ്തുക്കളുടെ സ്വഭാവം ഉണ്ടായിരിക്കും. അപ്പോൾ വൃത്തി, ശരീരം വൃത്തിയായി സൂക്ഷിക്കണം, വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കണം, പെരുമാറുന്ന എല്ലാ വസ്തുക്കളും വൃത്തിയായി സൂക്ഷിക്കണം. നദാഫത്ത്, ദീനിനെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് നദാഫത്തിൻ്റെ മേലിലാണ്. ബുനിയദ്ദീനു അലൻ നദാഫ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ ഉണ്ടാക്കപ്പെട്ടത് വൃത്തിയുടെ മേലിലാണെന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. 4 പ്രധാനപ്പെട്ട വൃത്തികളാണുള്ളത്. 4 വൃത്തിയാണ്. 1, മ്ലേച്ഛമായ വസ്തുക്കളിൽ നിന്ന് ശരീരം വൃത്തിയായിരിക്കുക എന്നതാണ് ഒന്നാമത്തേത്. അതിന് 2 ഭാഗങ്ങളുണ്ട്. ശരീരം വൃത്തിയാകുക എന്നുള്ളതിന് 1 നജസിൽ നിന്ന് വൃത്തിയാവുക, 2 മോശം വസ്തുക്കളിൽ നിന്ന് വൃത്തിയാവുക. നജസിൽ നിന്ന് വൃത്തിയാകുന്നതിന് ത്വഹാറത്ത് എന്നാണ് പറയുക. മോശമായ സാധനങ്ങളിൽ നിന്ന് വൃത്തിയാകുന്നതിന് നദാഫത്ത് എന്നാണ് പറയുക. ത്വഹാറത്തും നദാഫത്തും വ്യത്യാസമുണ്ട്. ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധി, നദാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി. ശുദ്ധി ആയതുകൊണ്ട് വൃത്തി ആയിക്കോളണമെന്നില്ല, വൃത്തിയായതുകൊണ്ട് ശുദ്ധി ആയിക്കോളണമെന്നില്ല. കയ്യമ്മ കത്തിയട്ടിയിട്ട് ചോരായി, അപ്പോൾ അവിടെ ഇങ്ങനെ കട്ടൻ ചായ എടുക്കുന്നുണ്ട്. കട്ടൻ ചായ കൊണ്ട് കഴുകിയാൽ വൃത്തിയാവും, ശുദ്ധിയാവില്ല. വൃത്തിയായതുകൊണ്ട് ശുദ്ധി ആയിക്കോളണമെന്നില്ല. മൂത്രമൊഴിച്ചപ്പോൾ തേങ്ങൻ്റെ വെള്ളം ഉണ്ട് അവിടെ ഇരിക്കണം. അപ്പം എന്നാൽ അതുകൊണ്ടുകൊണ്ട് ഒഴിച്ചു, എന്നാൽ വൃത്തിയാവും, പക്ഷേ ശുദ്ധിയാവില്ല. ശുദ്ധിയായതുകൊണ്ട് വൃത്തിയായിക്കോളണമെന്നില്ല, ശുദ്ധിയായതുകൊണ്ട് വൃത്തിയാവില്ല. അപ്പം നമ്മൾ തുണിയിൽ ചോരായി, ചോര നമ്മൾ നല്ല വെള്ളം കൊണ്ട് കഴുകി നല്ല സോപ്പൊക്കെ ഇട്ട് വരതി കഴുകി വെക്കുമ്പോൾ ഒരു ചുവന്ന കളറുണ്ട് കാണാൻ. നിറം മാത്രം ബാക്കിയായതുകൊണ്ട് നജസ് ശുദ്ധിയാവാതിരിക്കില്ല, കളറ് ബാക്കിയായിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. സാധനം ശുദ്ധിയാവും, പക്ഷെ വൃത്തിയാവില്ല. വൃത്തിയാണെങ്കിൽ എന്താവണം? വൃത്തിയാണെങ്കിൽ കറ കഴിയണ സാധനം ഇട്ടുങ്ങാണ്ട് ആ കറയും കൂടിയും കളയണം, അപ്പോഴേ വൃത്തിയാവുള്ളൂ. തന്നെ. അപ്പോൾ ശുദ്ധി വേറെയാണ്, വൃത്തി വേറെയാണ്. ശരീരം ശുദ്ധിയുമായിരിക്കണം, ശരീരം വൃത്തിയുമായിരിക്കണം, രണ്ടും വേണം. സിഹത്തിന് സ്വഹീ ആവാൻ ശുദ്ധിയായാൽ മതി. നിസ്കാരം സ്വഹീ ആവാൻ ശരീരം ശുദ്ധിയായാൽ മതി, വൃത്തിയാവണമെന്നില്ല.
എന്നാൽ വൃത്തിയാവൽ വേറെ തന്നെയാണ്. അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാന്റെ പകുതിയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. അന്നവാഫത്തു മിനൽ ഈമാൻ, വൃത്തി ഈമാനിൽ പെട്ടതുമാകുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ശുദ്ധിയും വേണം വൃത്തിയും വേണം, രണ്ടും വേണം. അപ്പൊ ശരീരം ശുദ്ധിയാവുക അല്ലെങ്കിൽ ശരീരം വൃത്തിയാവുക, ഇതാണ് ഒന്നാമത്തെ ശുദ്ധിയും ഒന്നാമത്തെ വൃത്തിയും. പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് കരുതിയിട്ടല്ലാതെ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല. ജിമാഇന് നിയ്യത്തുണ്ട്. ഈ ശരീഅത്തിലെ പുണ്യമായ ഇബാദത്താണ് ജിമാ. നമുക്കൊരു തമാശ. ജിബിരിയിൽ പഠിപ്പിച്ച ഇബാദത്ത് ആരെ പഠിപ്പിച്ചത്? ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വ ബിവിയെയും പഠിപ്പിച്ച ഇബാദത്താണ് ജിമാ. അതിപ്പോ ഞാൻ വയസ്സൊക്കെ ഇരഞ്ഞിപ്പോ ഇങ്ങനെയൊക്കെയാണ് പോട്ടെ എന്ന് വെയ്ക്കൊങ്കി വേണം. അത്രേ കുട്ടികളുണ്ടാകുമ്പോൾ പറയാൻ പറ്റില്ല. വെയ്ക്കൊങ്കി വേണം, തീരെ വെച്ചെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അവിടുന്ന് ആക്കാൻ തീരുമാനിച്ചാൽ മതി. വെയ്ക്കോ എന്തേ? നീയത്ത് വേണം. ഈ ശരീഅത്തിലെ ഏറ്റവും പുണ്യമായ ഇബാദത്താണ്. ഒരാള് തന്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അക്കാരണത്താൽ അയാളുടെ ചെറുദോഷങ്ങൾ പൊറുക്കുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെലവില്ലാതെ ചെറിയ ദോഷം പൊറുപ്പിച്ചൂടെ നമുക്ക്? അല്ല, സംഗതി ഒരു രസമാവുകയും അതോടൊപ്പം ചെറുദോഷങ്ങളൊക്കെ പുറത്തുവിട്ടും ചെയ്തു. ഞാൻ പറഞ്ഞാലോട്ടോ, മുത്തുനബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ശരീഅത്തിലെ ഏറ്റവും പുണ്യമായ ഇബാദത്ത്. പിന്നെന്താ വിഷയിച്ചാൽ നമുക്കിതൊക്കെ ഒരു തമാശയാണ്. ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളിലെ 2 നബി അല്ലാത്ത എല്ലാ നബിമാർക്കും ജന്മം നൽകാൻ കാരണമായ ഇബാദത്ത്. അതാണ് ഇബാദത്ത്. ലോകത്ത് വന്ന 100% ഔലിയാക്കൾ, സഹാബത്തുകൾ, താബിയുകൾ, ശുഹദാക്കൾ, ഇവർക്ക് ജന്മം നൽകാൻ കാരണമായ ഇബാദത്ത്. പക്ഷെ നമുക്ക് മനസ്സിലേക്ക് അത് വരുന്നില്ല. ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ തൗഹീദിന്റെ മേൽ അറിയിക്കുന്ന ഏക അവയവം ലൈംഗിക അവയവമാണ്. കൈ 2 എണ്ണം, കാല് 2 എണ്ണം, കണ്ണ് 2 എണ്ണം, മൂക്ക് 2 എണ്ണം, ചെവി 2 എണ്ണം. 2 എണ്ണമില്ലാത്ത 2 ആയുധങ്ങളെ ഉള്ളൂ. ഒന്ന് തൊള്ളേത്തെ നാവ്, 2 ലൈംഗിക അവയവം. തൗഹീദാണ് ഏറ്റവും വലിയ ശക്തി. തൗഹീദിന്റെ മേൽ അറിയിക്കുന്ന ഒരു വസ്തുവാകുന്നു അത്. പക്ഷെ നമുക്ക് തമാശ, ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾക്ക് ജന്മം നൽകിയ അമലാകുന്നു അത്. വളരെ മഹത്തായ ഒരു ഇബാദത്താണ്, സ്വർഗീയമായ അമലാകുന്നു അത്. ആ അർത്ഥത്തിൽ കാണാൻ പറ്റണം. അതിപ്പോ ഇനി പേരക്കുട്ടികൾക്കൊക്കെ എന്താ തോന്നുക? ഈ വയസ്സാം കാലത്ത് എന്ന് പറഞ്ഞാണ്ട് ഒരാള് സിറ്റ് ഔട്ടിലും ഒരാൾ കിച്ചണിലും. വല്ലിപ്പ സിറ്റ് ഔട്ടില്, വല്യമ്മ കിച്ചണില്. അതിനനുസരിച്ച് കുറെ മക്കളും. മരിക്കോളം ഒരു കട്ടിലുമ കിടക്കണം, ഒരു വിരിപ്പോണ്ട് വിരിക്കണം, ഒരു പുതപ്പോണ്ട് പുതക്കണം, ഒന്നിച്ചിരുന്ന് സംസാരിക്കണം, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അതിന് മക്കളും പേരക്കുട്ടികളും സൗകര്യം ചെയ്തു കൊടുക്കണം. അതിപ്പോ ഇനി പേരക്കുട്ടികൾക്ക് എന്താ തോന്നുക? എന്ത് തോന്നുന്നു? ഓൽക്കറിയാം വല്ലിപ്പ പണ്ട് ടവലിട്ടുങ്ങാണ്ട് പുതിയാപ്പിളായിരുന്നു, വല്യമ്മ മണിക്കാതിരെ തൂക്കിങ്ങാണ്ട് പുതിയണ്ണായിരുന്നു. പേരക്കുട്ടികൾക്കറിയാം. ഞാൻ അറിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ വിളിച്ചു ചോദിച്ച് കാണിച്ചു തരാം കുട്ടികളോട്. ഓൽക്കറിയാതെ വെറുതെ ഓല പറഞ്ഞുങ്ങാണ്ടൊന്നും സിറ്റ് ഔട്ടിലും കിച്ചണിലും കിടക്കാൻ നിൽക്കണ്ട. ഒരു റൂമില് ഒരു കട്ടിലുമേ ഒരു വിരിപ്പ് വിരിച്ച് ഒരു പുതപ്പുകൊണ്ട് പുതച്ച് കിടന്നുറങ്ങുക. മുഖാമുഖം കസാരട്ടിട്ട് നേർക്ക് നേരെ നോക്കി സംസാരിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒറ്റോ കുടുംബജീവിത റാഹത്തായി. കടയിലൊന്നും പറയല്ല. 9.5 കിലോമീറ്റർ നടന്നിട്ട് 55 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ 40 വയസ്സുകാരനായ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജബലുന്നൂർ പർവ്വതത്തിന്റെ ഹിറാ ഗുഹയിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോ അവരുടെ വീട്ടിലെ വളർത്തുപുത്രനായിരുന്ന ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്യമ്മ ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോ ഖദീജ ബീവി പറഞ്ഞൊരു വർത്താനുണ്ട്, എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന്. 55 വയസ്സാണ് ഖദീജ ബീവിക്ക്. 9.5 കിലോമീറ്ററാണ് ഖദീജ ബീവിന്റെ വീട്ടിൽ നിന്ന് ജബലുന്നൂറിലെ ഹിറാ ഗുഹയിലേക്ക്. നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിനും ഉംറക്കും പോയവര് താഴെന്ന് മേപ്പെട്ട് ഇങ്ങനെ നോക്കും. ആ കാണുന്ന വെളുത്ത അടയാളല്ലേ, അത് ആൾക്കാർ പോകുകയാണ്. ഞമ്മക്ക് ഇവിടെ നിന്ന് ദ്വാരക്കാം അൽ ഫാത്തിഹ. ഊരക്ക് ബെൽറ്റ് ഇട്ടിട്ട്
അവിടേക്ക് ഖദീജാബി ദിവസവും രാവിലെ വൈകുന്നേരം 9.5 കിലോമീറ്റർ പുതിയാപ്പിളക്ക് ഭക്ഷണം കൊടുക്കാൻ. കുട്ടികളെ, വാപ്പ വന്നിട്ടുണ്ട്, ചോറ് കൊടുത്താള്, ഇമ്മാക്ക് വയ്യ എന്നല്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് പള്ളിയിൽ പോകും. പള്ളി കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വന്നാൽ പാല് കറക്കാൻ പോകും. അങ്ങനെ മുസ്തഫ നബി തങ്ങൾ പാല് കറന്നു കൊടുത്തിട്ട് അത് എനിക്ക് കൊടുന്നു തരും. ആയിഷ കുടിക്കുക എന്ന് പറയും. ഞാൻ പാല് കുടിക്കും. നബി തങ്ങൾക്ക് പാലിന്റെ പാത്രമാണ് കൊടുത്താല് നബി തങ്ങൾ ആ പാത്രം ഒന്നും എടുത്തിരിക്കും. എന്നിട്ട് എന്റെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് നബി തങ്ങൾ കുടിക്കുമായിരുന്നു. നമ്മൾ തിരിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതൊക്കെ വേഗം. നമ്മൾ തിരിക്കും, പക്ഷെ തിരിക്കണത് ചുണ്ട് തട്ടിയോടുത്ത് തട്ടാതിരിക്കാനേക്കാരം. എന്റെ മുന്നിൽ തൊട്ട് മുന്നിൽ ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അത് അപ്പുറത്തുള്ളവർക്കും ബാധകമാണ്. ഷെയറിംഗ് എന്നാണ് അതിന് പറയാ. ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളത് കുടുംബജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ഒരുമിച്ചിരുന്ന് സംസാരിക്കണം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഹർത്താലിന്റെ അന്നെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിഅമത്തായി ഇന്നെപ്പോലത്തെ ആൾക്കാർക്ക് തരുന്നതാണ്. അന്ന് പരിപാടി ക്യാൻസൽ ആവും. അപ്പൊ വലിയ റാഹത്തുള്ള സംഗതിയുള്ളത്. അപ്പൊ അത് ഭയങ്കര നിയമത്താണ്. അപ്പൊ അന്നെങ്കിലും എന്ത് ചെയ്യണം? കുട്ടികളൊപ്പം ഭാര്യന്റെ ഒപ്പം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കൽ വളരെ പ്രധാനമാണ്. ബന്ധങ്ങളിൽ ഇനി 2 ബന്ധം ബാക്കിയുള്ളത്. ഒന്ന് അയൽപക്ക ബന്ധം. അയൽവാസിക്ക് സ്വത്തിൽ അനന്തരം കൊടുക്കണമെന്നിട്ട് നബി തങ്ങൾ പറയുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും പറഞ്ഞതായി കാണാം. അയൽപക്ക ബന്ധം വളരെ പ്രധാനമാണ്. നമ്മള് സാധാരണ ഈ വീടുണ്ടാക്കാനൊക്കെ സ്ഥലം വാങ്ങുമ്പോൾ പറയല്ലോ, പൊന്നും വിലക്ക് വാങ്ങി. പൊന്നും വില എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി. ഇനി ബന്ധങ്ങളിൽ ബാക്കി നിൽക്കുന്ന മറ്റൊരു ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം. ശിഷ്യന്മാരും ഉസ്താവും തമ്മിലുള്ള ബന്ധം വലിയ ബന്ധമാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം. ഖാലൻ നബി മൻ ഖഫഫൽ ഉസ്താദ സലാസു ബൽവാ ഖദ് ബലത്തിൽ മീദാ അവ്വലുഹാ നിസിയാനു മാ തഅല്ലമ മിൻഹു വഫൗതുർ റിസ്ഖി സൂഉൽ ഖതിമ. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, മൻ ഖഫഫൽ ഉസ്താദ, ഒരാൾ ഗുരുവിനെ നിസാരമാക്കിയാൽ, ഏത് ഗുരു ആണെങ്കിലും കേട്ടോ, ഡ്രൈവിംഗ് പഠിപ്പിച്ചെന്ന ആളാണെങ്കിലും ഒരാൾ ഗുരുവിനെ നിസാരമാക്കിയാൽ, സലാസു ബൽവ, 3 പരീക്ഷണങ്ങൾ, അത് ബലത്തിൽ മീത വിദ്യാർത്ഥി നേരിടേണ്ടി വരും. ഗുരുവിനെ നിസാരമാക്കിയാൽ 3 പരീക്ഷണം ഉണ്ടാവും. അവ്വലുഹ, ഒന്നാമത്തേത്, നിസ്യാനുമാ തഅല്ലമ മിൻഹു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും. ഇൽമ മറക്കുക എന്ന് പറഞ്ഞാല് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കാന്നല്ല കേട്ടോ. പിന്നെന്താ? ഇൽമ മറക്കുക എന്ന് പറഞ്ഞാല് പഠിച്ചത് ആവശ്യ നേരത്ത് ഇല്ലാതെ പോകലാണ്. ഡ്രൈവിംഗ് പഠിച്ചു, ഗുരുവിനെ നിസ്സാരമാക്കിയാല് ആവശ്യ നേരത്ത് ഗിയർ മാറ്റാൻ മറക്കും. ഇതന്നെ സംഗതി. ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല. പിന്നെന്താണ്? ആവശ്യ നേരത്തോൻ ഓർമ്മയില്ല. കച്ചവടത്തിൽ ആൾക്കാരെ പറ്റിക്കാൻ പാടില്ല എന്ന് ഓൻ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. സമസ്തന്റെ 2 സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് സാധനം ഇറക്കിങ്ങാണ്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വെക്കും. അതന്നെ സംഗതി. ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അതില്ലാതെ പോകലാണ് ഇൽമിന്റെ മറവി, അല്ലാതെ പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല. അത് ഗുരുവിനെ നിസ്സാരമാക്കിയവനുണ്ടാവുന്ന, ഗുരുവിനെ നിസ്സാരമാക്കിയവനെ പഠിച്ചത് മറക്കും. രണ്ടാമത്തേത് ഫൗത്തു റിസ്ഖ്, ഒജീനം തടയപ്പെടും, റിസ്ക് തടയപ്പെടും. ഷാബാൻ 15 നമ്മൾ 3 യാസീൻ ഓതൂലേ? റിസ്ക് വിശാലാകാൻ. എന്താ റിസ്ക് വിശാലാകാൻ പറഞ്ഞാൽ ഗോഡൌണിലെ നിറയെ അരി ഉണ്ടാകാന്നോ അരിക്കച്ചവടം തുടങ്ങാന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താ? തിന്നാനുള്ള തൗഫീഖ് ഉണ്ടാകാന്നാണ് അതിന്റെ അർത്ഥം. തൗഫീഖ് ഉണ്ടെങ്കിൽ സമയാസമയം ഇങ്ങനെ വന്ന് തൊള്ളേ കൂടെ അങ്ങനെ പോകും. തൗഫീഖ് ഉണ്ടെങ്കിൽ. തൗഫീഖ് ഇല്ലെങ്കിലോ അന്നം വെള്ളം ഇറങ്ങാതെ വാപ്പ 3 മാസമായി മെഡിക്കൽ കോളേജിലാണ് എന്ന് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് നടക്കും എല്ലാവരോടും. തൗഫീഖ് ഇല്ലെങ്കിൽ അങ്ങനെ. തൗഫീഖ് ഉണ്ടെങ്കിൽ സാധനം ഇങ്ങനെ സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഇറങ്ങും. കീപ്പട്ട് തന്നെ തൗഫീഖ് വളരെ പ്രധാനം. അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണമല്ല, ഭക്ഷണത്തിന്റെ തൗഫീഖിന്റെ പേരാണ്. അത് പലതും ആവും. ഭക്ഷണത്തിന്റെ തൗഫീഖ് എന്ന് പറഞ്ഞാൽ പല സംഭവമായിരിക്കും. റിസ്ക് മുടങ്ങും. ഗുരുവിനെ നിസ്സാരമാക്കിയവന് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് പൂട്ടി, ജ്വല്ലറി തുടങ്ങി പൂട്ടി, കുവൈത്ത് പോയ മാതിരി തന്നെ
ഖത്തർ പോയി എത്താ കഴിവില്ലാതെ അങ്ങോട്ട് തന്നെ ഉടനെ പരിശോധിക്കണം ഏത് ടീച്ചറെയാണ് മഷി കുടഞ്ഞത് എന്ന്. ഏത് ടീച്ചറെ മഷി കുടഞ്ഞത് നോക്കണം. ഏത് ഗുരുവിനെയാണ് കിച്ചണിലെ സാധനത്തിന്റെ പേര് വിളിച്ചത്. മത്തൻ, കുമ്പളൻ, വെണ്ടക്ക, തക്കാളി, ഇതൊക്കെയാണ് ഗുരുനാഥന്മാരെ പേര്. ഓൻ കുവൈത്ത് പോയിട്ടും കാര്യമില്ല, ഖത്തർ പോയിട്ടും കാര്യമില്ല, ബഹ്റൈനിൽ പോയിട്ടും കാര്യമില്ല, സൗദി ലണ്ടനിൽ പോയിട്ടും കാര്യമില്ല. പോയമാരോട് വരും, ഉജ്ജീനം തടയപ്പെടും. അവനെ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ കടം ബാക്കിയാകും, ലോൺ അടക്കാൻ കഴിയാതെയാവും. എന്താ പ്രശ്നം? ഓ 1ാം ക്ലാസ് മുതലുള്ള ഗുരുനാഥന്മാരെ മൊത്തം പരിശോധിക്കട്ടെ, ആരെ മഷി ഉടഞ്ഞത് നോക്കണം. ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോയി കാണുക, 100 റുപ്യ കൊടുക്കുക, ദ്വാരക്കാൻ പറയാം. വഫാത്തായിട്ടുണ്ടെങ്കിൽ ഖബർ അറിയുമെങ്കിൽ ഖബറിങ്ങ് പോകുക, യാസീനോദ ദ്വാരക്കുക. രണ്ടും അറിയില്ലെങ്കിൽ അറിനോടത്ത് ഇരുന്നിട്ട് ഓതിങ്ങാണ്ട് പാർസലെങ്കിലും അയക്കുക. അതൊക്കെയാണ് പരിഹാരം എന്ന് പറഞ്ഞതല്ല. എന്താ പരിഹാരം? ഗുരുവിനെ നിസ്സാരമാക്കിയാൽ ഉജ്ജീനം തടയപ്പെടും. സത്യം, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ വഹീന്റെ ഇൽമ. വഹീന്റെ ഇൽമാണ്, തമാശല്ല. മൂന്നാമത്തേത് സൂഉൽ ഖാത്തിമ. ഗുരുവിനെ നിസ്സാരമാക്കിയവന് അന്ത്യം ചീത്തയായി മരിക്കേണ്ടി വരും. എന്താ അന്ത്യം ചീത്തയായി മരിക്കുക പറഞ്ഞാല്? മരണം നന്നാകുക എന്ന് പറഞ്ഞാൽ എന്താ കാര്യങ്ങള്? മരണം ആളുകളോട് വിശദീകരിക്കാൻ കഴിയുന്ന തരത്തിലാകുന്നതിനാണ് മൗത്ത് നന്നാവുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സംശുൽ എലമന്റെ വഫാത്ത് പറയലുണ്ട്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. സംശുൽ എലമന്റെ വഫാത്ത് നമ്മൾ പറയല്ലോ. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ രോഗിയായി കിടക്കുന്നു. സുബ്ഹി ബാങ്കിന്റെ സമയമായപ്പോ പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്കിന്റെ ശബ്ദം ഇങ്ങനെ ഉയർത്തുന്നു. ഓരോ വാക്കുകൾക്കും ഇങ്ങനെ ജവാബ് പറഞ്ഞ് അവസാനം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ആള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് വിളി അവസാനിപ്പിക്കുന്ന വാക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജവാബ് പറയുന്നതോടൊപ്പം കയ്യിലുണ്ടായിരുന്ന തസ്ബീഹ് മാല താഴേക്ക് വീഴുകയും ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് മഹാനവറുകൾ ഈ ലോകത്തെ എന്നേക്കുമായി വിട പറയുകയും ചെയ്യുന്നു. എന്തൊരു രസമുണ്ട് അത് പറയാൻ. ഇതാണ് നല്ല മരണം. മൗത്ത് വിവരിക്കാൻ കഴിയുന്ന തരത്തിലാകലാണ് നല്ല മൗത്ത്. ചില ആൾക്കാർ മരിച്ചാൽ നമ്മൾ പോയി എന്നിട്ട് പറയും, ഇനിയിപ്പോ ഒന്നും മുണ്ടണ്ട, മരിച്ചു പോയില്ലേ, ഒന്നും പറയാതിരിക്കലാ നല്ലത് എന്ന് പറയും. എന്താ എന്റെ അർത്ഥം? മരണം പറയാൻ പറ്റുന്ന കോലത്തിലല്ല തന്നെ സംഗതി. നല്ല മരണവും അല്ലാത്ത മരണവും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മളങ്ങനെ പരിശോധിച്ച് നോക്കിയാലും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഖിദ്മത്തെടുത്ത എല്ലാ ആൾക്കാരുടെയും മൗത്ത് ഭയങ്കര റാഹത്താണ്. ചാപ്പനങ്ങാടി വാപ്പു മുസ്ലിയാരുടെ ദിക്ർ ഹൽഖ ജീവിതത്തിന്റെ മിക്കവാറും സന്ദർഭങ്ങളിൽ കൊണ്ടു നടന്ന ആളായിരുന്നു. സമസ്തയുടെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ. അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. മരണത്തിന്റെ സമയമായി. മക്കള് പേരെ കുട്ടികളെല്ലാവരും വിളിച്ചു വരുത്തി ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽക്ക നടത്തി. 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുമ്പോ ചൊല്ലി കിട്ടാനല്ലേ നമ്മൾ ഇടങ്ങേറാണത്. കോയക്കുട്ടി ഉസ്താദ് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽക്ക എന്നത്. അതാണ് ചൊല്ലി. യാ ഹയ്യു യാ ഖയ്യൂം, സ്വലാത്ത്, യാദുൽ ജലാലി വൽ ഇക്റാം, യാസീൻ ഓതി ദ്വാരക്കാൻ വേണ്ടിയിട്ട് യാസീൻ ഓതുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിങ്ങാണ്ട് മൗത്തായി. എന്തൊരു രസമുണ്ട് പറയാന്. അതാണ് നല്ല മൗത്ത്. ഇത് ഗുരുവിനെ പരിഗണിച്ചവനുണ്ടാവും. ഗുരുവിനെ നിസാരമാക്കിയവന് സൂഉൽ ഖാത്തിമ ഉണ്ടായിരിക്കും. ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഗുരു ശിഷ്യ ബന്ധം. ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം ഇതെന്താ വെച്ചാല്, സ്കൂളിൽ വന്നപ്പോ കുട്ടികളെ ഗുരുനാഥന്മാരുടെ ടൈറ്റ് പേര് പറയണത് കേട്ടിട്ട് വാപ്പി ഉമ്മി വിളിച്ച ചിരിക്കാന്ന് അതിന് പറഞ്ഞു. ചിരിക്കാന്ന് പറയാൻ പറ്റൂല, അതിനെന്തേ പറയാൻ പറ്റുള്ളൂ? ഇളിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. വാപ്പി ഉമ്മി. ഓന്റെ പേരാത്ര വാപ്പ. ആരെ ഓന് വാപ്പാന്ന് പേരിട്ടു എന്നാവും. ഓളെ പേരാത്ര ഉമ്മ. ആരെ ഓക്ക് ഉമ്മാന്ന് പേരിട്ടു? വാപ്പിമ്മ എന്ന് പറഞ്ഞ ആവുന്നല്ല. ഒരു ദിവസം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകൻ തന്റെ വാപ്പ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനത്തെ പള്ളിയിൽ പോയി. എല്ലാരും ഇങ്ങനെ ഇരിക്കുമ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബത്തെ ഞങ്ങളൊരു ഒരു കിസ് നടത്തട്ടെ എന്ന് ചോദിച്ചു. ഒരു കിസ് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ. നബി തങ്ങൾ ചോദിച്ചു, കൊമ്പും ചുള്ളിയില്ലാത്ത എണച്ചമില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയുന്നു. സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. ഓല അറിയാത്തത് കൊണ്ട് പറഞ്ഞു എന്നൊന്നും അതിന് അർത്ഥമില്ല കേട്ടോ. ഓല അറിയില്ലെങ്കിലും എന്തെന്നെ, അറിയുമെങ്കിലും എന്തെന്നെ പറയലേ അല്ലാഹു റസൂലുഹു അലം. നമ്മൾ അറിയില്ലെങ്കിലും എന്ത് പറയും? അത് പിന്നെ അങ്ങനെ വെച്ചാല് തൊലാക്ക് പോയി. ഏത്
ഏതോ മൂപ്പര് വേഗം ഫത്വ കൊടുക്കും. എന്താ വെച്ചാൽ ഫത്വ കൊടുക്കാനുള്ള യോഗ്യത ഒന്നെന്താണ്? സുലൈമാനി ഉണ്ടാക്കാൻ അറിയണം, ചായ ഉണ്ടാക്കാൻ അറിയണം. എന്നാ പിന്നെ എല്ലാ വിഷയത്തിനും ഫത്വ കിട്ടും. മീൻ പിടിക്കാൻ അറിയുന്ന ആൾക്കാർ ഓരോരുത്തരും കിട്ടും എല്ലാ വിഷയത്തിനും ഫത്വ. മുടി വെട്ടാൻ അറിയുന്ന ആൾക്കാർ ഓരോരുത്തൊന്നും കിട്ടും എല്ലാ വിഷയത്തിനും ഫത്വ. പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിന്റെയൊക്കെ വിവരം ഉണ്ടെങ്കിൽ എല്ലാ ലോകത്തുള്ള എല്ലാ വിഷയത്തിന്റെയും വലിയ വലിയ കാലിമാർക്ക് വരെ മസല പറയുമ്പോൾ പേടിയാകുന്ന വിഷയമാണ് ത്വരാക്കും നിക്കാവും ബസ്സും ഒക്കെ. പക്ഷെ ഇവരോടൊക്കെ ചോദിച്ചാൽ, ഫേസ്ബുക്കുകാരോടൊക്കെ ചോദിച്ചാൽ വേഗം ഉത്തരം കിട്ടും. അങ്ങനെയാണ് സംഗതി. എല്ലാവരും എല്ലാ വിഷയത്തിലും അഭിപ്രായം. ഗുരുവിന് അപ്പൊ എന്ത് ചോദിച്ചാല് സഹാബത്ത് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹു റസൂലല്ല. നബിതങ്ങൾ തന്നെ അതിന്റെ മറുപടി പറഞ്ഞു. ശ്രദ്ധിക്കുക, മുസ്തഫായ നബിതങ്ങൾ തന്നെ അതിന്റെ മറുപടി പറഞ്ഞു, അത് ഈത്തപ്പന മരമാകുന്നു എന്ന് പറഞ്ഞു. തെങ്ങ് അങ്ങനെയാണ്, കഴുങ്ങ് അങ്ങനെയാണ്, വാഴ അങ്ങനെയാണ്, ഒക്കെ അങ്ങനെയാണ്. ഈത്തപ്പന മരമാകുന്നു എന്ന് പറഞ്ഞു. തിരിച്ചു പോരുമ്പോ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പാട് പറഞ്ഞു, വാപ്പാ എനിക്കതിന്റെ ഉത്തരം അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. നബിതങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഈത്തപ്പനയാണ്. എടാ കുട്ടിയെ, എന്തേ ഇജത് പറയാഞ്ഞത്? ഇന്റെ മനെ ഇജത് പറഞ്ഞിക്കാണെങ്കിൽ ഞാൻ എന്റെ ഷർട്ടിന്റെ കോളറൊക്കെ ഒന്ന് ഇവിടെ നേരാക്കിയിട്ട് ഒന്നും കൂടി പോസ് ചെയ്തിട്ടുണ്ടാവും, ഒരു നിർത്തവിടെ എങ്ങനെ എന്ന് ഈ അർത്ഥത്തിൽ പറയും. അപ്പൊ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, പ്രിയപ്പെട്ട ഉപ്പ, എന്റെ ഉപ്പയായ നിങ്ങൾ മറുപടി പറയാതിരിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ അതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അതാണ് അബ്ദുല്ലാഹിബ്നു ഉമർ. അതാണ് അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞത്. എല്ലാ വിവരവും എല്ലാവർക്കും പറയാനുള്ളതല്ല, കുരുത്തക്കേട് കെട്ടിയ പറയും. ഒരു വിവരം അത് ആവശ്യമുള്ളവർക്ക് പറയാൻ പറ്റുള്ളൂ. ആവശ്യമില്ലാത്തവർക്ക് അത് പറയുന്നുവെങ്കിൽ അവൻ ഗുരുവിനെ നിസ്സാരമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. നിറകൊടം തുളുമ്പൂല, ആഫ് കൊടാണ് തുളുമ്പ. നിറഞ്ഞെന്നാ പിന്നെ സാധനം തുളുമ്പൂല, തുളുമ്പാൻ പാടില്ല. ഗുരുവിനെ നിസ്സാരമാക്കിയവനാണ് അത് സംഭവിക്കുക. എന്തേ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞത്? ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വർധനവിനെ നിയ്യത്ത് ചെയ്യാതെ എന്റെ ഭാര്യയുമായി ഇടചേർന്നിട്ടില്ല എന്ന്. മൂപ്പരം മകന് ആ ഗുണം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അത് ഉണ്ടാകുക? ആർക്കാ ഗുണം ഉണ്ടാകുക? ധന്യ സംഗതി. അതുകൊണ്ട് ബന്ധങ്ങളെ മുഴുവൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഗുരു ശിഷ്യ ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധം, ഉപ്പാനോടുള്ള ബന്ധം, ഉമ്മാനോടുള്ള ബന്ധം, കുടുംബ ബന്ധം, അയൽപക്ക ബന്ധം, മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധം, എല്ലാ ബന്ധങ്ങളെയും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. ഒരൊറ്റ വാക്ക് ഞാൻ നിങ്ങളോട് പറയാം, ആർക്കും മറ്റൊരാളെ മാറ്റിയെടുക്കാൻ കഴിയില്ല, സ്വയമായി മാറാൻ മാത്രമേ കഴിയൂ. എനിക്കൊരിക്കലും നിങ്ങളെ മാറ്റാൻ കഴിയില്ല. പിന്നെ എന്തേ കഴിയുള്ളൂ? നിങ്ങൾക്ക് സ്വന്തം മാറാൻ മാത്രമേ കഴിയുള്ളൂ. അതൊരു തീരുമാനമാണ്. ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാം. അത് തിരിച്ചറിയാൻ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് വരെ കാത്തു നിൽക്കരുതേ. ഒരു തീരുമാനമാണ്. ഞാൻ നന്നാവാനും മാറാനും തീരുമാനിച്ചു എന്ന് ഈ സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ ഈ സെക്കൻഡ് മുതൽ ജീവിതം മാറിയിരിക്കും. ചരിത്രം സാക്ഷിയാണ്, അനുഭവം സാക്ഷിയാണ്. ആയത്തുകൾ